എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ആഴ്ച യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണെന്നാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ റെസൊണേറ്റ് ആവില്ല. നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഇത് വാട്സാപ്പ് നമ്പറാണ്. ഇതിലൊരു മെസ്സേജ് അയക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും വേണം കേട്ടോ. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇന്ന് പേഴ്സണൽ റീഡിങ് എടുത്തവർ അവരുടെ അനുഭവങ്ങൾ ഇതിലെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിയ സന്തോഷം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സിന് ഈ ആഴ്ച യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? ഈ ആഴ്ച യൂണിവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? അപ്പൊ ഇവിടെ കാർഡ്സ് വന്നിട്ടുണ്ട്. 12 കാർഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു പുതിയൊരു തുടക്കത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പുതിയതായിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പുതിയ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് വരും. പുതിയ അവസരങ്ങളിലൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയണത്. എല്ലാ വശങ്ങളിലും നിങ്ങൾക്ക് ഭാഗ്യം വിജയമൊക്കെ ഉണ്ടാവും എന്നാ പറയണത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടായിരുന്നത് അതിന് നിങ്ങൾക്ക് വിജയം ഉണ്ടാവും എന്ന് പറയുന്നു. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഇനി വിജയം ഉണ്ടാവാനാണ് പോകുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട്. കുറെ പേര് കാണുന്നതല്ലേ. അപ്പം കുറച്ച് പേർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കുറച്ച് സമ്മർദ്ദം, കുറച്ച് പ്രോബ്ലംസ്, ഭയാനകരമായ കുറെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവാ, വളരെ ദുഃഖത്തിലാവുന്ന പറയണ കുറച്ച് പേരൊക്കെ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വളരെയധികം വിഷാദം ഉണ്ടാവും. ഉത്തരവാദിത്വമുള്ള ആളാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട്. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ്. അപ്പൊ ജോലിഭാരം കൂടുതലാണെന്നാണ് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക്. ഒരുപാട് ജോലിഭാരം കൂടുതലുണ്ടെന്നാണ് പറയുന്നത് കുറച്ച് പേർക്കൊക്കെ. കുറച്ച് പേർക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾ ഭൗതികമായ സമ്പത്തിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയണത്. മൂല്യമുള്ള വസ്തുക്കളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അധികാരത്തോടൊക്കെ താല്പര്യമുള്ള ഒരാളാണെന്നാണ് പറയണത്. വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. എപ്പോഴും പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് നിങ്ങൾക്ക്.
അതിനു വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ കാമുകന്മാരാണെങ്കിൽ വളരെ സ്നേഹമുള്ളവരാണ്. മറ്റവർക്കും വിട്ടുകൊടുക്കാതെ നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമാണ്. അത്രയും നല്ല സ്നേഹമുള്ളവരാണെന്നാണ് പറഞ്ഞത്. അത്ര നന്നായിട്ട് സ്നേഹിക്കുന്നവരാണെന്നാണ് പറയുന്നത്. പിന്നെ എംബ്രർ അത് കുടുംബ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. എല്ലാത്തിൻ്റെയൊക്കെ ടോപ്പായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. നല്ല മനസ്സിന്റെ ഉടമയാണ്, നല്ല മനസ്സാണ്, കുറച്ച് ഗൗരവമൊക്കെ ഉണ്ട്, നല്ല സ്നേഹമുള്ള വ്യക്തിയാണ്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണ വ്യക്തിയാണ്, നല്ല പവർഫുൾ പേഴ്സൺ ആണ്. നിങ്ങൾക്ക് എല്ലാവരെയും കൺട്രോൾ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾക്ക് കേട്ടോ. മറ്റുള്ളവരൊക്കെ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്യാം. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ കഴിവും നിങ്ങൾക്കുണ്ട്. വളരെ സത്യസന്ധമായൊക്കെ ഏതൊരു കാര്യം ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. ട്രഡീഷണൽ ആയിട്ടുള്ള പേഴ്സൺ ആണ്. മതപരമായ ആചാരങ്ങളൊക്കെ പിന്തുടരുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. പേടിയൊന്നുമില്ല, നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ പിന്നെ സൺ കാർഡ്, അതായത് നിങ്ങൾക്ക് ഒരു പുനർജന്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സന്തോഷമൊക്കെ നിങ്ങളിലേക്ക്, സന്തോഷവും സമാധാനവും സക്സസ് ഒക്കെ വിജയം വരുന്നു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിച്ചോ അതിന് നിങ്ങൾക്ക് വിജയം ഉണ്ടാവാൻ പോവാണ്. നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ വളരെ സന്തോഷവും ഭാഗ്യവും ഇതെല്ലാം ഉണ്ടാവാൻ പോവാണെന്നാണ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ലവേഴ്സ് ആണെങ്കിൽ വളരെ പ്യുവർ ആയിട്ടുള്ള ലവ് ആണെന്നാണ് പറഞ്ഞത്. സൗമ്യത്തെ കാർഡാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ സ്നേഹമുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ, നിങ്ങളിപ്പോ സ്നേഹിക്കുന്നവരാണ് ഇത് കാണുന്നെന്നുണ്ടെങ്കിൽ വളരെയധികം സ്നേഹമുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് അതില് കേട്ടോ. തേർഡ് പാർട്ടി എന്തും ആവാം. തേർഡ് പാർട്ടി ഇപ്പൊ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരോ അല്ലെങ്കിൽ സാമ്പത്തികം എന്ത് വേണമെങ്കിലും ആവാം തേർഡ് പാർട്ടി. എന്നാലും ഒരു തേർഡ് പാർട്ടി ഉണ്ട്. നിങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്, നിങ്ങൾ വളരെ സ്നേഹമുള്ളവരാണ്. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നാണ്. നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റൂല, അത്ര അധികം നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത് കേട്ടോ. കുറെ പേർക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത്. നിങ്ങളെ സ്വന്തം ഐഡിയാസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് സാമ്പത്തികമൊക്കെ ഉണ്ടാക്കാൻ, എല്ലാ കാര്യത്തിലും വിജയമൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന പറയണേ. എല്ലാ കാര്യത്തിലും സ്വന്തമായ അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളാണ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നാണ് പറയണത് കേട്ടോ. നിങ്ങൾ ഒരുപാട് ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ്. ആ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിന്റെ റോളിലേക്കാണ് നിങ്ങൾ എത്തും ചെയ്യുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്നവരാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. ഫാമിലിയിലായാലും ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഫാമിലിയിലാണ്, ഭാര്യയാണ് ഭർത്താവിന് വേണ്ടി കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. പിന്നെ അടുത്തത് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ന്യൂ പേഴ്സൺ ആവാൻ പോകണം. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചും വേവലാതിയൊന്നും ഇല്ലാതെ നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ നടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ആഴ്ച അല്ല ഈ ആഴ്ച ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഫ്രീഡം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പറയുന്നത്. വലിയ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷമുള്ള ഒരു ശാന്തത, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചു, അത് കഴിഞ്ഞിട്ടുള്ളൊരു ശാന്തതയാണ് ഇനി നിങ്ങൾ അനുഭവിക്കുന്നത്. ലൈഫിൽ വലിയൊരു പ്രോബ്ലം നടന്നതിന് ശേഷം ഒരു ശാന്തത ഉണ്ടാവൂലേ, അതാണ് ഒരു മഴ പെയ്ത് തോർന്നത് പോലെ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ശാന്തതയായിരിക്കും ഈ ആഴ്ച. നിങ്ങൾ ഒരു സ്റ്റാർ ആവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് പുതിയ പുതിയ അവസരങ്ങളിലൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയണത്. പുതിയ പ്രതീക്ഷയൊക്കെ ഉണ്ടാവുന്നു എന്നാ പറയുന്നത്. ഒരു സ്റ്റാർ ആയി തിളങ്ങാൻ പോകുന്നു എന്നാ പറയണത് നിങ്ങൾ കേട്ടോ. പിന്നെ സിക്സ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. സിക്സ് ഓഫ് വാണ്ട് എന്ന് പറയുമ്പോ ലൈഫിൽ നല്ലൊരു വാർത്ത നിങ്ങൾക്ക് ഈ ആഴ്ച വരുന്ന പറഞ്ഞത്. ലൈഫിലെ സന്തോഷവും സക്സസും വിജയവും ഒക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഈ ആഴ്ച വളരെ നല്ലതാണ് നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്.
നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യോഗ്യത അംഗീകാരം സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉയർച്ച ഉണ്ടാവും എന്നാണ് പറയണത് കേട്ടോ. ലൈഫിൽ ഒരു സുപ്രധാന ലക്ഷ്യം കൈവരിക്കാൻ പോകുന്നു എന്നാ പറയണത്. ആത്മവിശ്വാസം, വിജയം, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിക്കുന്നത് അതിനൊക്കെ നിങ്ങൾക്ക് ഫലം ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാ പറയണത്. പുതിയൊരു തുടക്കം സംഭവിക്കുന്നു, ഒരു ന്യൂ ബിഗിനിങ്. ഇപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ലവേഴ്സ് ആണ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ അടുത്ത് നോ കോണ്ടാക്ട് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ, നിങ്ങളെ ന്യൂ ബിഗിനിങ് അവര് തിരിച്ചു വരും, നിങ്ങളെ കാണാൻ തിരിച്ചു വരും എന്നാണ് പറയണത് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാവും എന്നാണ് പറയണത്. അവര് നിങ്ങളിലേക്ക് തന്നെ, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് പറയുന്നത് കേട്ടോ. നിങ്ങളെ കാണാൻ വരെ, നിങ്ങളൊക്കെ വിളിക്കേ, അങ്ങനെ നിങ്ങളിലേക്ക് തന്നെ വരുന്നതാണ് പറയുന്നത് കേട്ടോ. പിന്നെ 2 of Wands വന്നിട്ടുണ്ടെന്ന് ഇത് പറഞ്ഞല്ലോ. പിന്നെന്താ, നിങ്ങൾക്ക് സ്ഥിരോത്സാഹം, നിങ്ങളുടെ സ്ഥിരമായ നിങ്ങളുടെ ധൈര്യമൊക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്തും വിജയിക്കും. നിങ്ങൾ ബിസിനസ്സിലായാലും ലൈഫിലായാലും എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്ന പറയണത്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്ന പറയണത്. നിങ്ങൾക്ക് ഒത്തിരി പൈസയൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല ധൈര്യമൊക്കെ ഉള്ള ഒരാളാണ്. പുതിയൊരു വഴി, നിങ്ങൾക്കൊരു പുതിയൊരു പാത തുറന്നു കിട്ടുന്ന പറയണ ഈ ആഴ്ചയിൽ കേട്ടോ. പിന്നെ 8 of Cups വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാ, കുറച്ചു പേർക്കൊക്കെ ഒരു നിരാശ, ഇതിപ്പോ കുറെ പേര് കാണുന്നതല്ലേ, കുറച്ചു പേർക്ക് ഒരു നിരാശ, ഉപേക്ഷിക്കല്. ഇപ്പൊ ആരെങ്കിലും നിങ്ങൾ ഉപേക്ഷിച്ച് പോവാ, ഇപ്പോഴത്തെ ഒരു ഇത് നിങ്ങളുടെ ഭാവിയിൽ കൂടുതൽ നിങ്ങൾക്ക് സംതൃപ്തി, ഒരുപാട് വളർച്ചയൊക്കെ ഉണ്ടാവുന്നതാണ്. ലൈഫിൽ നിന്ന് ആരും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ് പറയുന്നത് കേട്ടോ. റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു ചെറിയൊരു അകൽച്ച, അത് കുറെ പേര്, ഇത് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. ഒരുപാട് പേർക്ക് വളരെ നല്ലതാണ് വന്നിരിക്കുന്നത്. നെഗറ്റീവായിട്ട് രണ്ട് കാർഡ് വന്നിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ലൈഫിൽ നിന്ന് ആരും നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന പറയണത്. റിലേഷൻഷിപ്പിലെ ചെറിയൊരു അകൽച്ചാണ് പറഞ്ഞത്. ലൈഫിൽ നിങ്ങളിപ്പോ സ്നേഹിക്കുന്നവരാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒത്തിരി പോവാനുള്ളൊരു സാധ്യതയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ ദയവായിട്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് നന്ദി, നമസ്കാരം.